أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി നിർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും. ഈ ദമ്പതികൾക്കിടയിൽ ചിലപ്പോഴെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. തീരെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതം വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പക്ഷെ ഈ പിണക്കങ്ങൾ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ദമ്പതിമാർക്ക് സാധിക്കുമ്പോഴാണ് ആ കുടുംബജീവിതം പൊട്ടാതെ ചീറ്റാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എത്ര തന്നെ ഭക്തിയും തഖ്വയും ഉള്ളവരാണെങ്കിൽ പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഒരു മുസ്തഖി ലോകത്ത് നമുക്ക് കാണിക്കുവാനില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഫലമായി ആ പാത്രത്തോടു കൂടി തന്നെ ആ ഭക്ഷണം തട്ടി ആ പാത്രം പൊട്ടിപ്പോയ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ തന്മയത്വത്തോടു കൂടി ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയോട് എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. സത്യത്തിൽ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് എങ്കിൽ സ്വാഭാവികമായും ഒന്നടിച്ചതിന് ശേഷമേ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല ആയിഷ ബീവിയോട്. അവിടെ പൊട്ടിയ ആ പാത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറുക്കിയെടുത്തു. നഷ്ടപ്പെട്ട ഭക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോരിയെടുത്തു. പകരം പൊട്ടിയ പാത്രത്തിന് പകരം മറ്റൊരു പാത്രം ആ കൊണ്ടുവന്ന ഭൃത്യന്റെ അടുത്ത് കൊടുത്തയച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയുടെ ഒരു ദേഷ്യം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി, മരുമകൻ ഫാത്തിമ ബീവിയുടെ പുതിയാപ്പിള അലി റളിയല്ലാഹു അൻഹുവിനോട് ചില പ്രശ്നങ്ങളുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് വന്നു, മകളെ വീട്ടിലേക്ക്. അലിയാരെ എവിടെ എന്ന് ചോദിച്ചു. ഫാത്തിമ ബീവി പറഞ്ഞു, ഞാനും അലിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം തെറ്റിപ്പോയേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അലിയെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ മദീന പള്ളിയിലുണ്ട് കിടക്കും. അന്നേ പായയില്ലാത്ത കാലമാണല്ലോ, വെറും മണ്ണിലാണ് കിടക്കുന്നത്, മണലിൽ കിടക്കുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്മോശൻ എന്ന നിലയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് പോയിരുന്ന് സലാം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കുഞ്ഞ അബാതുറ, മണ്ണ് പുരണ്ടവനെ എഴുന്നേൽക്കും. തന്റെ മരുമകന്റെ ശരീരത്തിലുണ്ടായിരുന്ന മണലുകളെല്ലാം തട്ടിക്കൊടുത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ അടുത്തേക്ക് അലിയും കൂട്ടി പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, നല്ല തത്വമുള്ളവരും ഭയഭക്തിയുള്ളവരാണെങ്കിലും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ തന്മയത്വത്തോടു കൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണമെന്നാണ് പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സഹാബിവര്യന്മാരുടെയും ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ സ്വയം പരിഹരിക്കാൻ പറ്റാവുന്നത് അവർ സ്വയം പരിഹരിക്കണം. ഭാര്യമാരുടെ അടുത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവരെ ഉപദേശിക്കണമെന്നും അവരുടെ കിടപ്പറ വെടിയണമെന്നും അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പരിഹരിക്കുന്നില്ല എങ്കിൽ മധ്യസ്ഥന്മാരെ വെച്ചുകൊണ്ട് രണ്ട് ആളുകൾക്കിടയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വളരെ സുദീർഘമായ ചർച്ചകൾ വരെ നടത്തണമെന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ ഇതൊന്നും പരിഹാരമാകുന്നില്ല എങ്കിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനത്തിന് അനുവാദം നൽകുന്നത്. നമുക്കറിയാം, വിവാഹമോചനം ത്വലാഖ് എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട, ഇസ്ലാമിനെ കുറിച്ച് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ് ത്വലാഖ്. മുസ്ലിങ്ങൾക്ക് എപ്പോഴും ത്വലാഖ് ഇതെല്ലാം, അതിനെ ഒരു നിയമങ്ങളൊന്നുമില്ല, തോന്നിയതുപോലെ ചെയ്യാം എന്നുള്ളതായ ഒരു ധാരണയാണ് പൊതുസമൂഹത്തിലുള്ളത്. ഇത് ഏറെക്കുറെ ശരിപ്പെടുത്തുന്ന ഒരു നിലപാട് തന്നെയാണ് മുസ്ലിങ്ങളിലുമുള്ളത് എന്നുള്ളത് വളരെ വേദനാജനകമായ സംഗതിയാണ്. എന്താണ് ത്വലാഖ്, എന്താണ് വിവാഹമോചനം, എങ്ങനെയാണ് വിവാഹമോചനം നടത്തേണ്ടത് എന്ന് മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. ആലോചിച്ച് നോക്കി, ശരിക്ക് അള്ളാഹും അവന്റെ പ്രവാചകരും പറഞ്ഞതുപോലെയുള്ള ഒരു വിവാഹമോചനമാണ് എങ്കിൽ അത് സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് നടക്കുള്ളൂ. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകള്, വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന വിവാഹമോചനം നടക്കുന്നതെങ്കിൽ അത് വളരെ അപൂർവമായിരിക്കും എന്ന് പറയേണ്ടതില്ല. നമുക്കറിയാം, ഇസ്ലാമിക പണ്ഡിതന്മാർ വിവാഹമോചനം നടത്തണമെങ്കിൽ അതിന് അനുകൂലമായ കുറെ ഘടകങ്ങൾ ഉണ്ടാകേണ്ടത്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ വിവാഹമോചനം ത്വലാഖ് നടത്താൻ പാടില്ല പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ത്വലാഖ് നടത്താൻ പറ്റാത്ത സന്ദർഭം, കോപിഷ്ഠനായ ഒരു സമയത്ത്, ബഹുമാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് നടത്തുന്ന വിവാഹമോചനം ത്വലാഖായിട്ട് പരിഗണിക്കൂല. നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. അതുപോലെ തന്നെ ലഹരി ബാധിച്ചവനായ ഒരു നിലയിൽ ഒരാൾ തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ, ത്വലാഖ് ചൊല്ലിയാൽ അത് വിവാഹമോചനമായി പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ, ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, ഭാര്യയും ഭർത്താവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയുള്ള നാത്തൂന്മാർക്കോ അല്ലെങ്കിൽ അമ്മായിമാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾക്കൊക്കെ കയറാൻ വലിയ പ്രശ്നങ്ങൾ. അവർ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പുതിയാപ്പിളനോട് വരനോട് ഒഴിവാക്കി കാണാം. അപ്പൊ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ നമ്മുടെ അനുഭവങ്ങളുണ്ട്. ഭാര്യ ഭർത്താവും തമ്മിൽ അവർക്ക് യോജിക്കുന്നതിന് കുഴപ്പമില്ല, അവർ ഒരുമിച്ച് പോകാൻ തയ്യാറാണ്. പക്ഷേ അവരുടെ ബന്ധുക്കളിൽ ചില ആളുകളുടെ വാശി കാരണത്താൽ ചില വിവാഹമോചനങ്ങൾ നടക്കാറുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ വിവാഹമോചനം ചെയ്യാൻ പാടില്ല, അത് വിവാഹമോചനമായി അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ രോഗമുള്ള സാഹചര്യങ്ങളിൽ ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ വിവാഹത്തിന്റെ ഉടനെ തന്നെ കാണുന്ന രോഗങ്ങളാണെങ്കിൽ, അത് വളരെ ഗുരുതരമായ രോഗങ്ങളാണെങ്കിൽ, ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത രോഗങ്ങളാണെങ്കിൽ അത് പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല. വിവാഹം കഴിച്ച് വർഷങ്ങളോളമായി പിന്നീട് രോഗം വരികയാണ്. പിന്നീട് ഭാര്യക്കോ ഭർത്താവിനോ രോഗങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ഭാര്യമാർക്ക് രോഗം വരുമ്പോൾ, ഭർത്താക്കന്മാര് ചില ആളുകൾ മൊഴി ചൊല്ലാൻ ഇത് കാരണമാകാൻ പാടില്ല എന്നാണ്. രോഗം കാരണത്താൽ ഒരു ഭാര്യയെ മൊഴി ചൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാത്ത കുറെ സംഗതികളുണ്ട്.
ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിവാഹമോചനം നടത്തണമെങ്കിൽ അവൾ ശുദ്ധിയുള്ള കാലത്തെ പാടുള്ളൂ. ആർത്തവമുള്ള ഒരു പെണ്ണിനെ ഒരിക്കലും തന്നെ വിവാഹമോചനം നടത്തിയാൽ തൊലാക്ക് ചൊല്ലിയാൽ അത് തൊലാക്കായി പരിഗണിക്കൂല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് എത്ര അറിയാം. നല്ല ദേഷ്യം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും നോക്കാതെ വിവാഹമോചനം നടത്തുകയാണ്. അപ്പം ആർത്തവമുള്ള സമയങ്ങളിൽ ഭാര്യമാരെ വിവാഹമോചനം നടത്താൻ പാടില്ല, അത് ശരിയാവുകയില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ മോചി ചൊല്ലി. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവൾ ആർത്തവകാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നീ അവളെ തിരിച്ചെടുക്കണം, അത് വിവാഹമോചനമായി പരിഗണിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാടുകളിൽ നമ്മുടെ മുസ്ലിം സമുദായങ്ങളിൽ വിവാഹമോചനം നടത്തുമ്പോൾ അവൾ ശുദ്ധിയുള്ളവളാണോ അല്ല അവൾ ശുദ്ധിയില്ലാത്തവളാണോ എന്ന് നോക്കിയൊന്നല്ല വിവാഹമോചനം നടത്തുന്നത്. ഇത് ശരിയല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിന് ഏർപ്പെട്ട ശുദ്ധികാലത്തിന് ശേഷം ഒരു ശുദ്ധിയുള്ള സമയം ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വിവാഹമോചനം നടത്താൻ പാടില്ല. വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിന് വിവാഹമോചനങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ ശുദ്ധി കാലഘട്ടങ്ങളിൽ തന്നെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ ആ സമയത്ത് നമ്മൾ വിവാഹമോചനം നടത്താൻ പാടില്ല. അപ്പൊ അശുദ്ധി കാലത്തും പാടില്ല. ശുദ്ധിയുള്ള കാലത്ത് ശാരീരികമായി ബന്ധപ്പെട്ടാൽ അവരുമായി ആ സമയത്ത് വിവാഹബന്ധം മോചിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിവാഹമോചനം നടത്തേണ്ടത് അതും ചില ആളുകൾക്ക് അറിയില്ല. അതിപ്പോ ചെയ്യണം എന്ന നിലയില്ല, ശരിക്കും നമ്മൾ മനസ്സിലാക്കണ്ടേ. വിവാഹമോചനം നടത്തുന്നത് വേണമെങ്കിൽ നമുക്ക് എഴുതി അറിയിക്കാം, എഴുതി കത്തിൽ കൂടെ നമുക്ക് വിവാഹമോചനം നടത്താം. അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ പറയാം. എങ്ങനെ അറിയിക്കാം? നേരിട്ട് തന്നെ ഭാര്യയോട് പറയാം, ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ വേർപിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന വാചകവും പറഞ്ഞ് വിവാഹത്തിന് നിന്നും മോചിപ്പിക്കാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ തൊലാഖ് ചൊല്ലിയാൽ അതോടുകൂടി ആ പെണ്ണ് അയാളുടെ ഭാര്യ അല്ലാതെയായി മാറുന്നില്ല. പറയാൻ മനസ്സിലാണ്ടോ? ഒരാൾ തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ തൊലാഖ് ചൊല്ലിയാൽ ആ തൊലാഖ് ചൊല്ലുന്നതോടുകൂടി ആ ഭാര്യ ഇയാളുടെ ഭാര്യ അല്ലാതെ ആയിത്തീരുന്നില്ല. പിന്നെ അതിന് ഇസ്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ വെച്ചു. ആ വിവാഹമോചനം നടത്തിയാൽ പോലും 3 ശുദ്ധിയുടെ കാലഘട്ടം വരെ ഈ ഭാര്യ, ഈ വിവാഹമോചനം നടത്തിയിരിക്കുന്ന ഈ ഭാര്യ ഇയാളുടെ ഭാര്യയാണ്. ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ആ 3 ശുദ്ധികാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിവാഹമോചനം നടത്തി 3 ശുദ്ധി കാലഘട്ടം വരെ ഈ ആൾക്ക് ഈ ഭാര്യയെ മഹറോ നിക്കാഹോ ഇല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഈ സമയത്ത് ഈ പെണ്ണ് താമസിക്കേണ്ടത് എവിടെയെന്നറിയോ? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. മാത്രവുമല്ല 3 ശുദ്ധി കാലഘട്ടം ഇവര് അവിടെ താമസിക്കണം. അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. ആലോചിച്ച് നോക്കണം, നമ്മൾ നമ്മുടെ ഭാര്യയാണ് വിവാഹമോചനം നടത്തുന്നതെങ്കിൽ അവളെ വീട്ടിലല്ല താമസിക്കേണ്ടത്. സൂറത്ത് ത്വലാഖിലെ ആയത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുക, കൃത്യമായി അള്ള പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം നേടിയാലും നമ്മൾ നടത്തിയാലും 3 ശുദ്ധിയുടെ കാലഘട്ടം വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറ 228 കൃത്യമായി പഠിപ്പിച്ചില്ല. വിവാഹമോചിതകളായ സ്ത്രീകൾ അവർ 3 ഖുറൂവിന്റെ കാലഘട്ടം, ശുദ്ധിയുടെ കാലഘട്ടം എന്നും അല്ല അവരുടെ ആർത്തവത്തിന്റെ കാലഘട്ടം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണെങ്കിലും 3 ഖുറൂവിന്റെ കാലഘട്ടം, ശുദ്ധിയുടെ കാലഘട്ടം അവർ കാത്തിരിക്കണം. അല്ലാഹു അവരുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു തന്നിരിക്കുന്ന കുട്ടിയുണ്ട് എങ്കിൽ അതിനെ അവർ മറച്ചു വെക്കാനും അവർക്ക് പാടില്ല. ഈ വിവാഹമോചനം നടത്തിയ അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ആ സമയങ്ങളിൽ വിവാഹമോചനം നടത്തി തങ്ങളുടെ വീടുകളിൽ തങ്ങളുടെ ഭക്ഷണവും തങ്ങളുടെ പാർപ്പിടത്തിലും താമസിക്കുന്ന തങ്ങളുടെ ഇണകൾ
നിങ്ങൾ അവരെ ത്വലാഖ് ചൊല്ലിയാലും അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? നിങ്ങളെ ഭർത്താക്കന്മാർ അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് അവരെ തിരിച്ചെടുക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടിരിക്കുന്നത്. ഇന്നറാദു ഇസ്ലാഹ, അവർ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വലഹുന്ന മിസ്ലുൽ ലദി അലൈഹിന്ന ബിൽ മാറൂഫ്, ആ സ്ത്രീകൾക്ക് ചില ബാധ്യതകൾ ഉള്ളതുപോലെ ഇവർക്കും ബാധ്യതകളുണ്ട്. വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് ഒരു ദറജ, ഒരു പദവി കൂടുതലായിട്ടുണ്ട്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപശാലിയും തത്വജ്ഞാനിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു. ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ മൊഴി ചൊല്ലി, ആ മൊഴി ചൊല്ലിയ ഭാര്യക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതാരാ? ഈ മൊഴി ചൊല്ലിയ ഭർത്താവ്. എവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടിൽ. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. 3 ശുദ്ധിയുടെ കാലഘട്ടം അവിടെ താമസിക്കണം. വിശുദ്ധ ഖുർആൻ പറയാണ് അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദിക്കും. അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വിവാഹമോചനം നടത്തിയ ഭാര്യമാരെ നിങ്ങൾ താമസിക്കണം, നിങ്ങളുടെ കഴിവനുസരിച്ചുകൊണ്ട് താമസിക്കണം. വലാ തുദാറുഹുന്ന ലിതുദയ്യിഖു അലൈഹിന്ന, നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വൈൻ കുന്ന ഊലാത്തി ഹംലിൻ, അവർ ഗർഭിണികളാണ് എങ്കിൽ ഫഅംഫിഖു അലൈഹിന്ന, അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവ് നൽകണം. അവരുടെ ഗർഭം അഥവാ അവർ പ്രസവിക്കുന്നത് വരെ. ഇതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, സമയം, കാര്യങ്ങളിൽ. ഇത് കൃത്യമായി മുസ്ലിം സമുദായത്തിലെ ആളുകൾ മനസ്സിലാക്കാതെ പോയി, അല്ലെങ്കിൽ അതിനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള കാര്യം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, എത്തിയാലാണ് ഇപ്പൊ 3 ഖുർആൻ കാലം പൂർത്തിയായ ശേഷമാണ് രണ്ടാലൊന്ന് ചെയ്യാം. ഒന്നെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ആ ഇദ്ദ പൂർത്തിയാകുന്നതിന് മുമ്പ് തിരിച്ചെടുക്കുകയാണെങ്കിൽ മഹർ കൊടുക്കണ്ട, വിവാഹം കഴിക്കണ്ട അയാള്. ഇത് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരാം. ഫൈദാ ബലഗ്നാ അജലഹുന്ന, നിന്നെ ആ ഇദ്ദയുടെ കാലഘട്ടം പൂർത്തിയായാൽ എത്തിയാൽ ഫഅംസികുഹുന്ന ബിമാറൂഫിൻ, ഒന്നെങ്കിൽ നിങ്ങൾ നല്ല നിലക്ക് അവരെ നിങ്ങൾ പിടിച്ചു നിർത്തുക. ഔ ഫാരിഖുഹുന്ന ബിമാറൂഫിൻ, അല്ലെങ്കിൽ നല്ല നിലക്ക് നിങ്ങൾ വേർപിരിയുക. ഇതൊക്കെ എപ്പോഴാ? ഇതിന് ശേഷം. വാശിദൂ ദവയ്യദിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാരായിട്ടുള്ള ആളുകൾ സാക്ഷി നിൽക്കുക. വഅഖീമു ശഹാദതല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളായി നിലകൊള്ളുകയും ചെയ്യുക. ഇതാണ് ഖുർആൻ നമുക്ക് പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹമോചനം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുമായി ഒരു ബന്ധവുമില്ല. ആ വിവാഹമോചനം നടത്തിയ ആ സഹോദരിക്ക് ചെലവിന് കൊടുക്കുന്നില്ല, അവരെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ല. ഖുർആന്റെ സൂറത്ത് ത്വലാഖ്, ഖുർആന്റെ ഒരു സൂറയുണ്ട്, സൂറത്ത് ത്വലാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സൂറത്ത് നമ്മൾ പഠിക്കണം. മുസ്ലിം സമുദായത്തിൽ ആളുകൾ പഠിക്കണം. ഇതിന്റെ പേരിൽ ഇസ്ലാം തന്നെ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. 3 ഖുറൂന്റെ കാലഘട്ടം. ആ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് എല്ലാം നൽകേണ്ടത് മാത്രമല്ല, അവൾ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. സൗകര്യം ചെയ്തു കൊടുക്കണം. 3 ഖുർആനാണ് സാധാരണ രീതിയിലുള്ള ഇദ്ദയുടെ കാലഘട്ടം പറയുന്നത്. മറ്റൊന്ന് ഗർഭിണികളാണെങ്കിൽ അവരുടെ ഇദ്ദ, ഇപ്പൊ ഗർഭിണിയാവുന്ന സാഹചര്യത്തിൽ ചിലപ്പം അപൂർവമായിട്ട് ചിലപ്പോൾ വിവാഹമോചനം നടത്തും. അങ്ങനെയാണെങ്കിലും ഈ ഗർഭിണികളുടെ ഇദ്ദ എന്ന് പറയുന്നത് പ്രസവിക്കുന്നത് വരെയാണ്. അത് എത്രയെന്ന് പറയാൻ പറ്റില്ല. അത് അവരുടെ പ്രസവത്തിന്റെ കാലത്തിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്നാവും, ചിലപ്പോൾ കൂടുതലാവും. പ്രസവിക്കുന്നത് വരെയാണ്. ഇത് നമുക്ക് പഠിപ്പിച്ചില്ല. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇദ്ദയുണ്ട്. അത് 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ആർത്തവം നിലച്ച ആളുകളോ അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്ത സ്ത്രീകളോ അവരെയാണ് വിവാഹമോചനം നടത്തുന്നതെങ്കിൽ 3 മാസക്കാലമാണ് അവരുടെ ഇദ്ദയുടെ കാലം. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് മുമ്പ് വിവാഹമോചനം നടത്തിയാൽ, ലൈംഗിക ബന്ധത്തിന് മുമ്പ് തന്നെ വിവാഹമോചനം നടത്തിയാൽ അവരുടെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നകൽതുൽ മുഅ്മിനാത്ത്, നിങ്ങൾ സത്യവിശ്വാസികളെ വിവാഹം കഴിച്ചു, സുമ്മ തല്ലിഖ്തുമൂഹുന്ന, എന്നിട്ട് നിങ്ങൾ വിവാഹമോചനം നടത്തി, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, ലൈംഗിക ബന്ധത്തിന് മുമ്പ് തന്നെ നിക്കാഹ് നടത്തി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹിന് പോയി അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്ക് ഇദ്ദ കണക്കാക്കേണ്ടതില്ല, ഇദ്ദയില്ല.
ഇത് കൃത്യമായി ഖുർആൻ നമുക്ക് പഠിപ്പിക്കാം. ഫമത്തിയൂഹുന്ന വസരിയൂഹുന്ന സറഅൻ ജമീല, സൂറത്ത് അഹ്സാബിലെ 49ാമത്തെ വചനത്തിൽ എന്താ പറയാ? അവർക്ക് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അവർക്ക് ഒരു ജീവനാംശം നൽകണം. വസരിയൂഹുന്ന സറഅൻ ജമീല, നല്ല നിലക്ക് അവരെ പിരിച്ചുവിടുകയും വേണം. ഇപ്പൊ വിവാഹം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തായിരിക്കണം അവരുടെ ഇദ്ദ എന്ന് ഖുർആൻ പറയുന്നത്. അവർക്ക് ഇദ്ദയില്ല. ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ മഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വിവാഹമോചനം നടത്തിയാൽ അത് വാങ്ങാൻ പാടില്ല. ഒരാൾ വിവാഹം കഴിച്ചു, അയാൾ ലൈംഗികമായി ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എത്ര തന്നെ മഹർ നൽകിയാലും, നമ്മൾ ശരിക്കും പഠിച്ചേക്കണം, എത്ര തന്നെ നമ്മൾ മഹർ നൽകിയാലും കിത്താറെന്നാണല്ലോ പറഞ്ഞത്, കൂമ്പാരം നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ മഹർ നൽകിയാലും അതിന് ഒരു അംശം വാങ്ങാൻ ആണുങ്ങൾക്ക് അധികാരമില്ല, പാടില്ല. എന്നാൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഖുർആൻ സൂചിപ്പിക്കുന്നത് ചിലത് പകുതി വാങ്ങാൻ പറ്റും. അതെങ്ങനെയാണ്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പകുതി വാങ്ങാം. ഖുർആൻ പറയാണ്, വൈൻ തല്ലത്തുമൂഹുന്ന മിൻ ഖബൽ അൻ തമസ്സുഹുന്ന, നിങ്ങൾ വിവാഹമോചനം നടത്തി, പക്ഷേ എന്താണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ വഖദ് ഫറൽതും ലഹുന്ന ഫരീദതൻ ഫനിസ്ഫു മാ ഫറൽതും, സൂറത്ത് അൽ-ബഖറ 237ാമത്തെ വചനത്തിൽ. അപ്പൊ വിവാഹം നടന്നു, പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ മഹർ പകുതിയെ ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതുള്ളൂ. ഇതും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഗതിയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രംഗത്ത് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ബോധപൂർവം മുസ്ലിങ്ങൾ തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള സംഭവം നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഈ മുത്തലാഖ് എന്ന് പറയുന്നത്. തലാഖുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് മുത്തലാഖ്. എന്താ മുത്തലാഖ് എന്ന് പറഞ്ഞാല്? 3 തൊലാഖും കൂടി ഒരുമിച്ച് ചൊല്ലുക. ഇത് ഇസ്ലാം അനുവദിച്ച സംഗതിയേ അല്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുത്തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മുടെ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ നമുക്കൊക്കെ അവബോധം ഉണ്ടാവും. മുത്തലാഖ് ഇത് പാടില്ല. സത്യത്തിൽ ഇസ്ലാം 2 തൊലാഖ്, തൊലാഖ് മർറത്താനി, തൊലാഖ് എന്ന് പറഞ്ഞാൽ അത് 2 പ്രാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്രാവശ്യം തൊലാഖ് ചൊല്ലിയാലാണ് തിരിച്ചെടുക്കാൻ, ആ ഭാര്യയെ തന്നെ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളത്. 3ാമതും ഒരാൾ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റൂല. 2 പ്രാവശ്യം തൊലാഖ് ചൊല്ലിയാലും ആ പെണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. ഇവിടെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? തലാഖ് 2ആണെന്നല്ല, അത്തലാഖ് മർറത്താനി, 2 പ്രാവശ്യമായിട്ടാണ് വിവാഹമോചനം നടത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിവാഹമോചനം നടത്തി, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ വീട്ടിൽ താമസിച്ചു, ഭക്ഷണം നൽകി, എല്ലാം നൽകി, അങ്ങനെ ആ കുറുവിന്റെ കാലം വരെ, ശുദ്ധി കാലഘട്ടം വരെ, 3 ശുദ്ധി കാലഘട്ടം വരെ നമ്മുടെ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ നമ്മൾ 2 കൂട്ടരും ആലോചിക്കും, ആണും പെണ്ണും ആലോചിക്കും, എന്തിനാ പെണ്ണുങ്ങൾ ജീവിക്കുന്നത്, ഒരുമിച്ച് പോയിക്കൂടെ? അപ്പൊ അതിനൊരു സാധ്യത, വളരെ നല്ലൊരു സാധ്യത ഉണ്ട്. അപ്പൊ ഈ മുത്തലാഖ് എന്ന് പറയുമ്പോൾ 3 തലാഖും കൂടി ഒന്നിച്ച് ചൊല്ലുന്ന സ്വഭാവം അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ല. അങ്ങനെ വരുമ്പോ എന്താ, ചില ആളുകൾ ദേഷ്യപ്പെട്ടിട്ട് തലാഖ് ചെല്ലത് അങ്ങനെയാണല്ലോ, ഒരു തുപ്പലും കൂടിയാണ്. ചില ആളുകൾ തലാഖ് ചെല്ലുന്നു തുപ്പിയിട്ടാണ് തലാഖ് ചെല്ലുന്നത്. തുപ്പലെന്തായാലും ഇസ്ലാമിൽ പറഞ്ഞത് തന്നെ എല്ലാ കാര്യത്തിലും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സംഗതി, അങ്ങനെ 3 തൊലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ ചില ആളുകൾ അത് എങ്ങനെ പരിഗണിക്കുന്ന അറിയത്, 3 തൊലാഖും 3 തൊലാഖായിട്ട് പരിഗണിക്കും. അത് സത്യത്തിൽ ഇസ്ലാം അതിനായിട്ട് ബന്ധമല്ല. അങ്ങനെ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഭാര്യയെ അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. നമ്മൾ ഗൗരവത്തെ സംഗതി മനസ്സിലാക്കണം. മുത്തലാഖും 3 തൊലാഖായിട്ട് പരിഗണിക്കുകയാണ് എങ്കിൽ ആ പെണ്ണിനെ പിന്നീട് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം പോലും ഇയാൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇല്ല. അങ്ങനെ വരുമ്പോ പിന്നെന്താ ചെയ്യാ? അവിടെ നമ്മൾ ചടങ്ങിന് നിർത്തും. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി, ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ ഉണ്ട് ചടങ്ങിന് നിർത്തുക. എങ്ങനെ ചടങ്ങ് നിർത്തുക? വേറെ ഒരാളെ കൊണ്ട് ഒരു രാത്രി ശാരീരികമായി ബന്ധപ്പെടും വേണം. ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു രാത്രി വിവാഹം ചെയ്യാം. എന്നിട്ട് ആ രാത്രി വിവാഹം ചെയ്തിട്ട് അവർ പിറ്റേ ദിവസം വിവാഹം മോചനം നടത്തുക. ഇങ്ങനെ ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഅനല്ലാഹു വൽ മുഹല്ലില വൽ മുഹല്ലിലഹുന. അതിനെന്താ പറയാ? കൂച്ചൽ നിൽക്കാന്ന് പറയാം. ചടങ്ങിന് നിൽക്കുക. ചടങ്ങിന് നിൽക്കുന്നവനെയും നിർത്തുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അത് ഉണ്ടാകുന്ന ഒരു കാരണം എന്താ പറയുക? ഈ മുത്തലാഖ് ഉണ്ടായതുകൊണ്ടാണ്. മുത്തലാഖ് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ലോജിക് കൊടുക്കുന്നത് നമുക്ക് ആലോചിച്ചോണ്ടേ.
അപ്പോൾ നമ്മൾ നമസ്കാരത്തിന് ശേഷം സാധാരണ രീതിയിൽ ഇപ്പൊ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹ് 33 എന്ന് പറഞ്ഞാൽ എത്ര ഇറ്റാ പരിഗണിക്കുക? അൽഹംദുലില്ലാഹ് 33 എന്ന് പറഞ്ഞാൽ എത്ര ഇറ്റാ പരിഗണിക്കുക? അത് ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ. നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയല്ലേ. 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാലേ അൽഹംദുലില്ലാഹ് 33 ആവുള്ളൂ. എന്നതുപോലെ തന്നെ തൊലാക്ക് 3 ചൊല്ലി 30 ചൊല്ലി 300 ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ. ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇത് വ്യാപകമായ ഒരു സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വിവാഹമോചനം കുറച്ച് കൂടി എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. അത് മഹാനായ ഉമർ റളിയല്ലാഹു പറയുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഓർക്കൊരു ശിക്ഷണം എന്ന നിലയിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞു എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാം ഇവിടെ ഒരു നിലക്കും ഒരു കുടുംബ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും എല്ലാം കഴിഞ്ഞു. ഭാര്യയെ ഗുണദോഷിച്ചു, അതുപോലെ തന്നെ അവർ കിടപ്പറ ഒഴിഞ്ഞു, വേണമെങ്കിൽ അല്പം മാരകമല്ലാത്ത രൂപത്തിൽ ശിക്ഷണം എന്ന നിലയിൽ അടിച്ചു. പഞ്ചായത്ത് തലത്ത് പരസ്പരം രണ്ട് കുടുംബത്തിൽ നിന്നുള്ള നീതിമാന്മാരായിട്ടുള്ള ആളുകൾ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കഴിയാത്തൊരു സമയമുണ്ട് എങ്കിൽ അവിടെ ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ല എങ്കിൽ ഇസ്ലാം ആ കുടുംബത്തിന് ഒരു സ്വൈര്യം നൽകാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന, അള്ളാഹു അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും പടച്ചവന് കോപമുള്ള ഒരു കാര്യം എന്ന നിലയിലാണ് ഈ ത്വലാഖിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് ഇതിൻ്റെതായ രൂപങ്ങളിൽ പോവുകയാണെങ്കിൽ അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞതുപോലെ ഈ വിവാഹമോചനത്തിന്റെ സ്റ്റെപ്പുകളും അതിന്റെ ക്രമങ്ങളും പോവുകയാണെങ്കിൽ ഇസ്ലാമിൽ വളരെ തുച്ഛമായിരിക്കും വിവാഹമോചനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഇസ്ലാമിനെ കുറിച്ച് ശരിയായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ